നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച, അതായത് ഡിസംബർ 7 മുതൽ 13 വരെ നിങ്ങൾക്കെങ്ങനെയുണ്ടാകും? നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? അപ്പോ പൂരം നക്ഷത്രക്കാരെ, ഈ വരുന്ന ആഴ്ച നിങ്ങൾക്കായി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ജോലി, സാമ്പത്തികം, പ്രണയം, ആരോഗ്യം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ആഴ്ചയിലെ ഒരു പൊതുവായ ചിത്രം നോക്കാം. ഈ ആഴ്ച മൊത്തത്തില് ശുക്രന്റെ ഒരു പ്രത്യേക സ്വാധീനം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാമല്ലോ, പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. അതുകൊണ്ടുതന്നെ സൗന്ദര്യത്തോടും കലയോടും ആഡംബരത്തോടുമൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേക താൽപ്പര്യം സ്വാഭാവികമായും ഉണ്ടാകും. ഈ ആഴ്ച ആ ശുക്രന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും. അപ്പോൾ അതിന്റെ പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും. ഈ ശുക്രന്റെ സ്വാധീനം കാരണം ഈ വരുന്ന ആഴ്ച ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരിക്കും കേട്ടോ. പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പഴയ സൗഹൃദങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനുമൊക്കെ പറ്റിയ സമയമാണിത്. ചുരുക്കി പറഞ്ഞാൽ, ആളുകളുമായി കണക്ട് ചെയ്യാൻ ഇതിലും നല്ലൊരാഴ്ച കിട്ടാനില്ല. ശരി, ഇനി നമുക്ക് നിങ്ങളുടെ കരിയറിലേക്ക് വരാം. ജോലിയിലും ബിസിനസ്സിലുമൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ഈ ആഴ്ച. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾക്ക് നല്ലൊരു അംഗീകാരം കിട്ടാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കല, മീഡിയ, ഫാഷൻ, ഈ ഫീൽഡിലൊക്കെയുള്ളവർക്കിത് ശരിക്കും ചാകരയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറയാൻ ഒട്ടും മടിക്കരുത്. ധൈര്യമായിട്ട് അത് മുന്നോട്ട് വയ്ക്കുക. തീർച്ചയായും അത് വിജയത്തിലെത്തും. ഇവിടെ നമ്മൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത്, ചെയ്യേണ്ടതും തീർച്ചയായും ഒഴിവാക്കേണ്ടതും. നിങ്ങളുടെ ഐഡിയാസ് ടീമുമായി ഷെയർ ചെയ്യുക, ഒരുമിച്ച് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ചെറിയ ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓഫീസിലെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നതോ ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ കരിയർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പണത്തിന്റെ കാര്യമാണല്ലേ, അല്ലേ? അപ്പോൾ സാമ്പത്തികമായി ഈ ആഴ്ച എങ്ങനെയുണ്ടാകും? ഒരു വളർച്ചയുടെ സമയമാണോ ഇത്? നമുക്ക് നോക്കാം. നല്ല വാർത്തയുണ്ട്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു മികച്ച ആഴ്ചയാണ്. നിങ്ങളുടെ വരുമാനം കൂടാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ വരുമാന മാർഗങ്ങൾ മുന്നിൽ തുറന്നുവരാനും മതി. പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. ശുക്രൻ ആഡംബരത്തിന്റെ ഗ്രഹമായതുകൊണ്ട് കയ്യിൽ കാശ് വരുമ്പോൾ അത്യാവശ്യമില്ലാത്ത വില കൂടിയ സാധനങ്ങൾ വാങ്ങാൻ ഒരു ടെൻഡൻസി ഉണ്ടാകാം. അതുകൊണ്ട് പണം ചെലവഴിക്കുമ്പോൾ ബഡ്ജറ്റ് വിട്ടുപോകാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഭാഗ്യവും ഈ ആഴ്ച നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോ പുതിയ ഇൻവെസ്റ്റ്മെന്റുകളെക്കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേ നാളായി ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർക്കാനുള്ളൊരു വഴി മുന്നിൽ തെളിഞ്ഞു വരാനും മതി. അതൊരു വലിയ ആശ്വാസമാകുമല്ലോ. ജോലിയും പണവുമൊക്കെ ഒരു വശത്ത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ബന്ധങ്ങളല്ലേ. അപ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിലും പ്രണയത്തിലുമൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. പ്രണയിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആകും. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം നല്ല കുറച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ബന്ധത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ബന്ധം കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും. ഇനി കല്യാണം കഴിക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ നല്ല വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. പ്രണയത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ വിവാഹത്തിലേക്കെത്താനും സാധ്യത കാണുന്നു. ചുരുക്കത്തിൽ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്ന ഒരാഴ്ചയാണിത്. ഇനി നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലേക്ക് വരാം. മറ്റെല്ലാ കാര്യങ്ങളും നോക്കുന്നതിനിടയിൽ സ്വന്തം കാര്യം മറന്നു പോകരുതല്ലോ. അപ്പോൾ ആരോഗ്യവും സൗന്ദര്യവും ഈ ആഴ്ച എങ്ങനെയുണ്ടാവും? ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. പൊതുവെ നല്ലതായിരിക്കും. പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഇഷ്ടപ്പെട്ടതൊക്കെ കാണുമ്പോൾ കുറച്ചധികം കഴിക്കാൻ തോന്നും. അതൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഇവിടെയും നമുക്ക് ശുക്രന്റെ സ്വാധീനം കാണാം. ചർമ്മ സംരക്ഷണത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ്. സൗന്ദര്യം കൂട്ടാനുള്ള കാര്യങ്ങൾക്കായി കുറച്ച് പണം ചെലവഴിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഈ ആഴ്ച ഒന്നും കൂടി അടിപൊളിയാക്കാൻ സഹായിക്കുന്ന ചില ടിപ്സ് നോക്കിയാലോ? കുറച്ച് ഭാഗ്യ നമ്പറുകളും നിറങ്ങളും പിന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പരിഹാരങ്ങളും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പേഴ്സ് 6ഉം 9ഉമാണ്. പിന്നെ ഭാഗ്യനിറങ്ങൾ വെള്ളയും കടും ചുവപ്പും. ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും. ഇനി ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിൾ കാര്യങ്ങൾ. ഒന്നാമതായി, ശുക്രന്റെ പ്രീതി നേടാനായി വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി, വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്ക് താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സാമ്പത്തികമായി വളരെ നല്ലതാണ്. അപ്പോ
ചുരുക്കിപ്പറഞ്ഞാൽ ഈ ആഴ്ച മുഴുവൻ അവസരങ്ങളുടെയും സന്തോഷത്തിന്റേതുമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കലാപരമായ കഴിവുകൾ പുറത്തെടുക്കുക, അത് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ആഴ്ച മുന്നോട്ട് വയ്ക്കുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ഈ നല്ല സമയം നന്നായി ഉപയോഗിക്കുക. അടുത്ത ആഴ്ചയിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു.